മച്ചന്മാരെ എസ് ഡി ന്യൂസിലേക്ക് സ്വാഗതം. UK-യിൽ ലൂസിഫറിനെ തീർത്തിരിക്കുകയാണ് പ്രേമലു എന്ന സിനിമ. ഒന്നാം സ്ഥാനത്തേക്ക് സിനിമ കുതിക്കുകയാണ്. ലൂസിഫറിനെ തീർക്കാൻ മമ്മൂട്ടിയും പിള്ളേരും ഇറങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയും പ്രേമലു ആയിരിക്കും ഒന്നാം സ്ഥാനത്തേക്ക്. 2018 എന്ന സിനിമയാണ് ഇപ്പോൾ ഈ ഒരു സിനിമയുടെ മുന്നിൽ നിൽക്കുന്ന ഏക സിനിമ. ഇതിനോടകം തന്നെ 12 ദിവസമായി UK-യിൽ നിന്നുള്ള പ്രേമലുവിൻ്റെ കളക്ഷൻ റെക്കോർഡായി വരികയാണ്. ബ്രഹ്മയോഗവും 12 ദിവസം അവിടെ എത്തിയിരിക്കുന്നു. മഞ്ഞുമൽ ബോയ്സ് 4 ദിവസം കൊണ്ട് അതിഗംഭീരമായിട്ടുള്ള തരംഗമാണ് അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇനിയും ഈ 3 സിനിമകളായിരിക്കും ആദ്യ 4 സ്ഥാനങ്ങളിലേക്ക് എത്താൻ പോകുന്നത് എന്നുള്ളതാണ്. എന്താണെങ്കിലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിലേക്ക് വരാം. അതായത് പ്രേമലു എന്ന സിനിമ 12 ദിവസങ്ങൾ കൊണ്ട് 3,07,036 പൗണ്ടാണ് UK-യിൽ നിന്ന് നേടിയിരിക്കുന്നത്. അതായത് 3,23,00,000 രൂപയാണ് എന്നുള്ളതാണ്. ലൂസിഫർ ഇപ്പോൾ 3-ാം സ്ഥാനത്തേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ ലൂസിഫർ 4-ാമത്തെ സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ടാകും എന്നുള്ളത് തന്നെയാണ്. മഞ്ഞുമൽ ബോയ്സ് 4 ദിവസം കൊണ്ട് 2,17,048 പൗണ്ടാണ് നേടിയിരിക്കുന്നത്. അതായത് 2,28,00,000 രൂപയാണ്. തീർച്ചയായും മഞ്ഞുമൽ ബോയ്സ് കഴിഞ്ഞ 2 ദിവസങ്ങൾ കൊണ്ട് തൂക്കാൻ പോകുന്നത് ഇതിൻ്റെയൊക്കെ മുകളിലുള്ള ഒരു കളക്ഷനാണ് എന്നുള്ളത് തന്നെയാണ്. ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ 3 ലക്ഷത്തിലേക്ക് ആ സിനിമയും എത്തിപ്പെട്ടിട്ടുണ്ടാകാം. അതിൻ്റെ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എന്നതുകൊണ്ട് തന്നെ നമ്മൾ കിട്ടിയ വിവരങ്ങളായിട്ട് പറയുന്നു. ഇനി ബ്രഹ്മയുഗത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ 12 ദിവസം കൊണ്ട് സിനിമ നേടിയിരിക്കുന്നത് 1,95,152 രൂപയാണ്. അതായത് 2,05,00,000 രൂപയാണ് എന്നുള്ളതാണ്. അത് ജസ്റ്റ് താഴെ നിൽക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ലൂസിഫർ എന്ന സിനിമയാണ് 2-ാം സ്ഥാനം ഇതുവരെ വഹിച്ചിരുന്നത്. റെക്കോർഡുകൾ തകർക്കപ്പെടാനുള്ളതാണ്. അങ്ങനെ ആ റെക്കോർഡ് തകർത്തുകൊണ്ട് ഈ 3 സിനിമകൾ ഒരുമിച്ച് മുന്നേറുന്നു. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ 3 സിനിമകളും ഒരേ സമയത്ത് വന്നിരിക്കുന്ന മലയാള സിനിമകളാണ് എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ സോളോ റിലീസായിട്ട് വരുന്ന സിനിമകളല്ല എന്നുള്ളത് തന്നെയാണ്. 3 വ്യത്യസ്തമായ ജോണറിൽ വരുന്നു എന്നുള്ളത് അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. ഒരു പക്ഷേ പ്രേമലു, ബ്രഹ്മയുഗം, മഞ്ഞുമ്മൽ ബോയ്സ് ഇത് നിർത്തുന്നത് ഒരു പക്ഷേ 4 കോടി ആ റേഞ്ചിലൊക്കെ ആയിരിക്കാം. ഒരു പക്ഷേ ബ്രഹ്മയുഗം 3 കോടിയിലായിരിക്കാം നിൽക്കാൻ പോകുന്നത്. മഞ്ഞുമ്മൽ ബോയ്സ് ഒരു പക്ഷേ 5 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. പ്രേമലുവും പ്രതീക്ഷിക്കുന്നത് 5 കോടിക്ക് മുകളിലായിരിക്കും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കാത്തിരിക്കാം. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് എത്രയായിരിക്കും UK കളക്ഷൻ ഇതിൻ്റെ ഈ 3 സിനിമകളുടെ ഫൈനൽ എന്നുള്ളതാണ്. 1-ാം സ്ഥാനത്ത് 2018 എന്ന സിനിമ തന്നെയാണ്. ഇൻഡസ്ട്രി ഹിറ്റടിച്ച ആ സിനിമയാണ് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ആ സ്ഥാനം മാറി ഈ പ്രേമലു അതേപോലെ തന്നെ മഞ്ഞുമ്മൽ ബോയ്സ് ആദ്യമെത്താൻ വലിയ ദൂരങ്ങളൊന്നുമില്ല എന്നുള്ളത് തന്നെ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.